ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഐഫ്രെയിമും അതുപോലെ ഫ്രെയിം സെറ്റ് എന്നാൽ എന്താണ്. ഐഫ്രെയിം എന്ന് പറയുന്നത് നമ്മുടെ പേജിലേക്ക് മറ്റൊരു പേജിനെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐഫ്രെയിം യൂസ് ചെയ്യുന്നത്. ഫ്രെയിം സെറ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ പേജസിനെ ഒരു പേജിലേക്ക് ലോഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫ്രെയിം സെറ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഫ്രെയിം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഐഫ്രെയിം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം ഐഫ്രെയിം എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ സോഴ്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഏതാണോ നമുക്ക് വേണ്ട സൈറ്റ് അതുപോലെ പേജ്, നമുക്ക് വേണ്ട പേജ് ഏതാണോ ആ പേജിനെയാണ് നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുള്ള ഇൻഡെക്സ് എന്ന് പറയുന്ന പേജാണ്, index.html. കാരണം ഇങ്ങനെ വിളിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചെയ്യുന്ന പ്രൊജക്റ്റും അതുപോലെ ഈ index.html എന്ന് പറയുന്ന പ്രൊജക്റ്റും രണ്ടും എൻ്റെ ഒരേ ഫോൾഡർ തന്നെയാണ്. മൾട്ടിപ്പിൾ ഫോൾഡറിലാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പാത്ത് വെച്ച് തന്നെ കോൾ ചെയ്യണം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കാണിച്ചു തരാം. അതിനായിട്ട് സേവ് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ ഓപ്പൺ ഇൻ ബ്രൗസർ. ഓക്കെ, ഇതാണ് നമുക്ക് നമ്മളുടെ മറ്റ് index.html എന്ന് പറയുന്ന പേജ് ഇതാണ്. ഓക്കെ, ഇങ്ങനെ നമ്മുടെ ഒരു പ്രൊജക്റ്റിലേക്ക് ഒരു ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐഫ്രെയിം യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ വിഡ്ത്തും അതുപോലെ ഹൈറ്റും നമുക്ക് കൂട്ടി കൊടുക്കാൻ പറ്റും. അതിനായിട്ട് ഐഫ്രെയിമിൻ്റെ ഉള്ളിൽ വിഡ്ത്ത് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് എത്രയാണോ സൈസ് വേണ്ടത് ആ സൈസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ സൈസിൽ നമുക്ക് സേവ് ചെയ്ത് കഴിയുമ്പോൾ ഔട്ട്പുട്ട് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഹൈറ്റ് നമുക്ക് കൂട്ടാൻ പറ്റും. ഹൈറ്റ് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എത്രയാണോ സൈസ് വേണ്ടത് അതുപോലെ കൊടുത്താൽ മതി. ഓക്കെ, ഇത്രയാണ് ഐഫ്രെയിമിൻ്റെത്. ഇനി നമുക്ക് ഫ്രെയിം സെറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഫ്രെയിം സെറ്റ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഹെഡ് ടാഗ് കഴിഞ്ഞതിന് ശേഷം, അതായത് ബോഡി ടാഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ ഫ്രെയിം സെറ്റിനുള്ള കോഡ് ചെയ്യുന്നത്. അതിനുള്ള കാരണം നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്ത് ബോഡി ലോഡ് ചെയ്തതിന് ശേഷം വരുന്ന കോഡും ബോഡി ലോഡ് ചെയ്യുന്നതിന് മുമ്പുള്ള കോഡും രണ്ട് സൈഡിലാണ് എഴുതാറ്. ബോഡി ലോഡ് ചെയ്തതിന് ശേഷമുള്ള കോഡ് ബോഡി ടാഗിൻ്റെ അകത്തും, അതുപോലെ ലോഡ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് ആ പേജ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ലോഡ് ചെയ്ത് വരേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബോഡി ടാഗിന് മുമ്പായിട്ടാണ് എഴുതാറ്. അതുപോലെ തന്നെ ഫ്രെയിം സെറ്റ് എന്ന് പറയുന്നത് അതുപോലെയുള്ളൊരു ടാഗാണ്. നമ്മൾ പേജ് ലോഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ബോഡി കണ്ടന്റ് ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഫ്രെയിം സെറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത്. ഓക്കെ, അതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഫ്രെയിം സെറ്റ് എന്ന് പറയുന്ന ടാഗ് ഉണ്ട്. ഫ്രെയിം സെറ്റ് എന്ന് പറയുന്ന ടാഗ് അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫ്രെയിം സെറ്റ് എന്ന് പറയുന്ന ടാഗിൻ്റെ ഉള്ളിൽ നമുക്ക് ഫ്രെയിം എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്യാം. ഈ ഫ്രെയിം എന്ന് പറയുന്ന ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഏതാണ് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ ലൊക്കേഷൻ കൊടുക്കേണ്ടത് ഫ്രെയിം എന്ന് പറയുന്ന ടാഗിൻ്റെ ഉള്ളിലാണ്. ഇതിൻ്റെ ഉള്ളിൽ സോഴ്സ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ട ഏതാണോ അതിനുശേഷം നമുക്ക് വേണ്ട ഏതാണോ ആ ഒരു പേജിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുക. index.html ഓക്കെ, അടുത്തായിട്ട് നമുക്ക് അടുത്തൊരു ഫ്രെയിം സെറ്റ് ചെയ്യാനുണ്ട്. അതിനായിട്ട് അതേപോലെ തന്നെ ഫ്രെയിം ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ സോഴ്സ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഓപ്പൺ ചെയ്യുക. ദെൻ നമുക്ക് വേണ്ട ഏതാണോ ആ ഒരു പേജ് ഇവിടെ കൊടുക്കുക. form.html അതായത് ഞാനിപ്പോൾ ഈ കൊടുക്കുന്ന പേര് എന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു പ്രൊജക്റ്റ് സേവ് ചെയ്തിട്ടുള്ള അതേ ഫോൾഡറിൽ തന്നെയുള്ള പേരാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ഇതിലുള്ള പേരാണ് ഞാൻ അവിടെ കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് table.html എന്ന് പറയുന്ന ഈ ഒരു ഇതാണ് കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു പേജിനെ നമുക്ക് ഇവിടെ ടേബിൾ എന്ന് പറയുന്ന പേജ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഫ്രെയിം ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ src എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ table.html. ഓക്കെ,
ഇത്രയും നമ്മുടെ ഫ്രെയിം സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇനി ഈ ഫ്രെയിമിനെ നമുക്ക് അലോക്കേറ്റ് ചെയ്യണം. അതായത് ഇതിൻ്റെ സൈസ് എത്ര വേണം എന്നുള്ളത് കൊടുക്കണം. അതിനായിട്ട് നമ്മളിവിടെ റോ ആയിട്ട് ഇതിനെ തിരിക്കണം. ഓരോ ഫ്രെയിമിനും ഓരോ സൈസ് കൊടുക്കുക. അതിനായിട്ട് നമുക്കിവിടെ റോസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഓപ്പൺ ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് കണ്ട അതായത് index.html എന്ന് പറയുന്ന ഫ്രെയിമിന് കൊടുക്കേണ്ട സൈസ്, അതിന് ഞാനൊരു 40 സൈസ് കൊടുക്കുകയാണ്, 40%. ഓക്കെ. അതിനുശേഷം ഒരു കോമ ഇട്ടിട്ടാണ് അടുത്ത ഫ്രെയിമിൻ്റെ സൈസ് എന്താണ് കൊടുക്കേണ്ടത്. അതായത് ഫസ്റ്റത്തെ ഫ്രെയിമിൻ്റെ സൈസ്, അത് കഴിഞ്ഞതിന് ശേഷം കോമ ഇട്ടതിന് ശേഷം അടുത്ത ഫ്രെയിമിന് എത്രയാണ് വേണ്ടത്. ഓക്കെ. അടുത്ത രണ്ട് ഇതിന് ഞാൻ 30 വെച്ചിട്ടാണ് കൊടുക്കുന്നത്, 30%. ഓക്കെ. ദെൻ നെക്സ്റ്റും 30%. ഓക്കെ. ഇതാണ് ഇപ്പം ഞാനിവിടെ റോസ് ആയിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള സൈസ്. നമുക്ക് റോൻ്റെ സൈസ് നമ്മൾ ഫസ്റ്റത്തേതിന് 40%, സെക്കൻഡ് 30 ആൻഡ് തേർഡ് 30. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക. കാരണം നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ചെറിയൊരു ഫ്രെയിം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതിനുള്ളിൽ ടേബിൾ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്ത index.html എന്ന് പറയുന്ന അതിലുള്ള എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്കൊരു ഫ്രെയിം സെറ്റ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഇനിയിപ്പം ഫ്രെയിം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കുറച്ചതിന് ശേഷം വേറെ ഫ്രെയിം നമുക്ക് ഇതിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇൻപുട്ട് ടൈപ്പിനെ കുറിച്ചും അതുപോലെ സെമന്റിക് ടാഗിനെ കുറിച്ചിട്ടുള്ള അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.